അവിടെ ബ്ലോക്കായി കിടക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയല്ലോ. നമ്മളതിന്റെ അതെ നമ്മൾ ഒഴിവ് വരുന്ന മാലിന്യം കോർപ്പറേഷൻ അതിർത്തിയിൽ നിന്നാണോ PWD അതിർത്തിയിൽ നിന്നാണോ ഉള്ള ഒഴിവ് വരുന്നതെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തോട് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് തോട്. പിന്നെ ഈ റെയിൽവേ ട്രെയിനുകൾ വരുന്ന ട്രെയിനുകളുടെ വരുന്ന മാലിന്യങ്ങൾ പുറത്തേക്കെങ്ങും പോകുന്നില്ല. അതെവിടെയാണ് പോകുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ട്രെയിനുകളെല്ലാം വരുമ്പോൾ അതിലുള്ള കുപ്പികൾ, അതിലുള്ള മറ്റേ മാലിന്യങ്ങൾ, സെപ്റ്റിക് മാലിന്യങ്ങൾ, ഇതെല്ലാം പുറത്തു പോകുന്നില്ലല്ലോ. ഇതെവിടെയാണ് അടിയുന്നത്? ഇതെല്ലാം ഇതിന്റെ അടിയിലാണ് അടിയുന്നുള്ള അതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിലുള്ള വേറെ നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ലേ ഒരു മനുഷ്യത്വപരമായ നിലപാട്. ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ ഓക്കെ ശരി. വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് രക്ഷാദൗത്യത്തിനാണ്, ദുരന്ത നിവാരണ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ നൽകുന്നത്. മാലിന്യം എങ്ങനെയാണ് ഇത്രയും അവിടെ വലിയൊരു നിക്ഷേപമുണ്ടായത്, അത് എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ദുരന്തത്തിന് വഴിവെച്ചത് തുടങ്ങിയ കാര്യകാരണങ്ങളിലേക്കൊക്കെ പിന്നീട് പോകാമെന്നാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. MG പ്രതീഷും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. പ്രതീക്ഷ, നേരത്തെ ഈ അവലോകന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, എന്താണ് ഈ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികൾ പറയുന്നത്? വേണു, നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ആ രക്ഷാപ്രവർത്തനം തന്നെയാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 18 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ തെരച്ചിൽ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ സംഘങ്ങളും അത്രത്തോളം കഠിനമായ പ്രയത്നത്തിൽ തന്നെയാണ്. ജോയിയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴുമുണ്ട്. ആ പരിശ്രമം അവരുടെ ഭാഗത്ത് തുടരുന്നുണ്ട്. അല്പസമയം മുമ്പ് സ്കൂബ ടീം അംഗങ്ങൾ ഒന്നുകൂടി ടണലിന്റെ ഉള്ളിലേക്ക് പോയിരുന്നു. പക്ഷേ അവർ തിരിച്ചെത്തിയപ്പോൾ തന്നെ പ്രതീക്ഷിക്കാൻ തക്ക പുതിയ വാർത്തകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ആമയിഴഞ്ചൻ തോട്ടിനുള്ളിൽ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത സ്കൂബ സംഘം ഈ ടണലിനുള്ളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഈ മാലിന്യം അല്പമെങ്കിലും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്കൂബ ടീം അംഗങ്ങൾ അകത്ത് പോയി എന്തെങ്കിലും തരത്തിൽ ഗുണകരമായ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ് ഈ പ്രധാനപ്പെട്ട ദൗത്യം, പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏറ്റവും വലിയ വെല്ലുവിളിയും അക്കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഒരു ഭാഗത്ത് ഈ മാലിന്യ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ടണലിനുള്ളിൽ എത്രത്തോളം മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നത് കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇതുവരെ നീക്കം ചെയ്ത മാലിന്യങ്ങൾക്കും എത്രയോ ഇരട്ടി മാലിന്യമാണ് നിലവിൽ ടണലിനുള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടണലിനുള്ളിലേക്ക് പോകുന്നതും ഈ സ്കൂബ സംഘങ്ങളെ സംബന്ധിച്ച വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. നിലവിൽ 50 മീറ്റർ വരെ മാത്രമേ സ്കൂബ ടീം അംഗങ്ങൾക്ക് ഈ ടണലിനുള്ളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇതിന്റെ മറുഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ തെരച്ചിൽ വിഫലമായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സമാനമായ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നിലവിൽ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു പ്രത്യേകത 12 കിലോമീറ്ററാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോടിന് ദൂരമുള്ളത്. ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ആരംഭിച്ച ഈ തമ്പാനൂർ വഴി റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗത്ത് കൂടി കടന്ന പവർ ഹൗസ് വഴി കണ്ണമൂല എത്തുകയും പിന്നീട് ആക്കുളം കായൽ പതിക്കുകയുമാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ഗതി. ഇതിൽ 119 മീറ്റർ ആണ് ഈ റെയിൽവേ ലൈനിന്റെ അടിഭാഗത്ത് കൂടി ആമയിഴഞ്ചാൻ തോട് പോകുന്നത്. അവിടെയാണ് ഈ ജോയി കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഒരു 50 മീറ്ററിനുള്ളിൽ തന്നെ ജോയി ഉണ്ടാകുമെന്നതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന കാര്യം. പക്ഷേ ഈ 50 മീറ്ററോളം തിരച്ചിൽ നിലവിൽ സ്കൂബ സംഘങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ മാലിന്യ കൂമ്പാരം തന്നെയാണ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അടുത്ത സംഘം വീണ്ടും ഈ ടണലിനുള്ളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. നേരത്തെ ഒരു 2-അംഗ ടീം പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഇനി ഒരു 2-അംഗ മുങ്ങൽ വിദഗ്ധർ കൂടി ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഏതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം ലഭിക്കുമെന്നതാണ് നമ്മളും പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും ഈ മാലിന്യ നീക്കം ഒരു തരത്തിലും ഈ രക്ഷാപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് നമുക്ക് ഓരോ മണിക്കൂറിലും പറയാൻ കഴിയുന്ന കാര്യം. കാരണം ശരി, MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകുന്നത്. ജോയിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. നിലവിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുമില്ല. പക്ഷേ ദൗത്യസംഘം രക്ഷാപ്രവർത്തനം തുടരും.